എന്താ ചേച്ചി ഈ പാതിരാത്രി മഞ്ഞും കൊണ്ട് പുറത്തിറങ്ങി നിൽക്കുന്നേ? കിടന്നുറങ്ങാൻ നോക്ക്. ചേച്ചിയുടെ മനസ്സിൽ ആരെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് മനസ്സിലായി. അതിനിങ്ങനെ ഭ്രാന്തിയെ പോലെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്. ചേച്ചി കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. നിന്നോട് പറഞ്ഞ നീ എന്ത് ചെയ്യാനാ? നിന്നെ ഒന്നും ഒരു പിണ്ണാക്കിനും കൊള്ളില്ലെന്ന് പല പ്രാവശ്യം നീ തെളിയിച്ചു കഴിഞ്ഞു. ചേച്ചി ഇങ്ങനെ പോയാ എനിക്ക് ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കും. രണ്ട് ചെവിയിലും ചെമ്പരത്തിപ്പൂ വെച്ച് പ്രഭാവതി തേരാ പാരാ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും വൈകാതെ കാണുകയും ചെയ്യും. അത് കണ്ട് കൈകൊട്ടി ചിരിക്കെല്ലാവരും. ചേച്ചി കാര്യം എന്താന്ന് വെച്ചാ പറ. ആ നശിച്ച ബോക്സ് എന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയായെന്നറിയോ നിനക്ക്? പ്രഭാവതിയെ കുഴി വെട്ടി അടക്കാൻ ഏതാ വഴിയെന്ന് ആലോചിച്ച് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട് ഈ വീട്ടില്. അവരുടെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാ അതെന്നെ ആയിരിക്കും ബാധിക്കുന്നത്. എല്ലാവരും കൂടി എന്നെ കുഴി വെട്ടി അടക്കൂടാ. എന്നിട്ട് അതിലൊരു മുരിക്കും തയ്യും കൂടെ അങ്ങ് നടും. ചേച്ചി ഇങ്ങനെ പേടിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പണ്ട് മൂടി വെച്ചതൊക്കെ മറ നീക്കി പുറത്തു വരികയാണോന്നാ എന്റെ പേടി. ചേച്ചി വെറുതെ പേടിക്കുന്നയാ. വർഷങ്ങൾ ഇത്ര ആയില്ലേ ചേച്ചി? ഇത്രയും കാലം ഏതോ കാണാമറയത്ത് കിടന്നിരുന്ന ആ ബോക്സ് ഇപ്പൊ താനെ പൊങ്ങി വന്നില്ലേ? അതുപോലെ ആ ബോക്സിനുള്ളിലെ രഹസ്യങ്ങളും മറനീക്കി പുറത്തു വന്നാലോ? പ്രഭാവതിയെ കഴിവേറ്റാൻ നടക്കുന്നവരുടെ കയ്യിൽ ആ ബോക്സ് കിട്ടിയാൽ അത് വെച്ച് എന്റെ തലയിൽ ആണി അടിക്കില്ലേ അവര്? പേടിയുണ്ട് എനിക്ക്, നല്ല പേടിയുണ്ട്. ചേച്ചി ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ മുന്നോട്ടുള്ള വഴികൾ മുഴുവൻ ബ്ലോക്ക് ആവും ചേച്ചി. എങ്ങോട്ട് പോകണമെന്നറിയാതെ ആ ബ്ലോക്കിൽ കിടന്ന് നട്ടം തിരിയും. ഒടുവിൽ ഏതെങ്കിലും വണ്ടി നമ്മുടെ നെഞ്ചത്തോടെ കയറി ഇറങ്ങും. എന്റെ ചേച്ചി ഇപ്പൊ അതൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. വാ, ആ പെട്ടി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ ചേച്ചിയുടെ കൈ കൊണ്ട് തരാം. പോരെ? വാ. പാർവതി പറഞ്ഞത് ശരിയാ. ആ പാട്ട് പ്രഭാവതിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആ മ്യൂസിക് ബോക്സ് എന്നെ ഏൽപ്പിച്ചത് എന്തുകൊണ്ട് നന്നായി. അത് അവളുടെ കൈ കിട്ടിയ ചാമ്പലായനെ. ഒരുപാട് ദുരൂഹതകളുണ്ട് അമ്മയുടെ മനസ്സിൽ. ദുരൂഹതകൾ മാത്രമല്ല, ക്രൂരതയും. ഇല്ലായിരുന്നെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനെ ഇതുപോലെ ദ്രോഹിക്കോ? എനിക്കെപ്പോഴും അച്ഛനടുത്ത് നിൽക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ചെറിയമ്മ. അച്ഛനെ ഞാൻ നോക്കുന്നതാ വിശാൽ സാറിനും ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ ചെറിയമ്മയ്ക്ക് അറിയാലോ. അറിയാം മോളെ. എതിർക്കാൻ നിന്നാ പിന്നെ അതിനെ നേരം ഉണ്ടാവും. അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. ഗോപിയേട്ടനൊന്ന് സുഖം പ്രാപിച്ച് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ഞാനത് ചെയ്യാത്തത്. ഏതിനും അമ്മയൊന്ന് വന്നോട്ടെ. ആദ്യമൊക്കെ അച്ഛന്റെ മുഖത്ത് വിഷമമായിരുന്നു, ഇങ്ങനെ കിടക്കേണ്ടി വന്നല്ലോ എന്നോർത്ത്. പക്ഷെ ഇപ്പോ അച്ഛന്റെ മുഖത്ത് ഭയമാ. ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് ചെറിയമ്മ. അത് അച്ഛനും അറിയുന്നുണ്ടാവും. അതാ ആ പേടിക്ക് കാരണം. അമ്മ ഇങ്ങി വന്നിരുന്നെങ്കിൽ ഗോപിയേട്ടന്റെ അടുത്ത് എപ്പോഴും ഉണ്ടായേനെ. ഇന്നൊരു ദിവസം കൂടിയുണ്ട് ഭജനം. അതുവരെ നിന്റെ ഒരു ശ്രദ്ധയുണ്ടാവുമല്ലോ.
ആരായിരിക്കും ഇത്? ചെറിയമ്മേ, ഞാനിപ്പോ വരാം. മോളെ ഉദയണ്ണൂരമ്മ എന്തിനായിരിക്കും അങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണിച്ചു തന്നത്? അതാരായിരിക്കും? എന്തോ തട്ടിപ്പുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്ത പക്ക ക്രിമിനൽ അവള്. കൈയോടെ പിടിച്ചിട്ട് തന്നെ ഒക്കെ കാര്യം. എടീന്നോ? ജാസ്മിൻ എന്റെ പേര്. അങ്ങനെ വേണമെന്നാണല്ലോ ഇവിടുത്തെ പാർവതി തമ്പുരാട്ടിയുടെ ഉത്തരവ്. നിന്നെ വിളിക്കാനുള്ള പല പേരുകളും എന്റെ നാവില് വരുന്നുണ്ട്. അത് ഞാൻ സൗകര്യം പോലെ മാറി മാറി വിളിച്ചോളാം. അല്ല, നീ എന്തിനാ ഇപ്പൊ മുകളിൽ പോയത്? പാർവതിയുടെ റൂമിൽ തെരച്ചിൽ നടത്താനാണോ? ചോദിച്ചു കേട്ടില്ലേ? പാർവതിയുടെ റൂമിൽ നീ ഇപ്പൊ എന്തിനാ പോയതെന്ന്? പ്രത്യേകിച്ച് ഒന്നിനു വേണ്ടി പോയതല്ല. പഴയ ഓർമ്മയില് എന്റെ റൂമാണല്ലോ എന്ന് കരുതി ഒന്ന് കേറി പോയതാ. ഹാ, വിശ്വസിച്ചു. നീ ഇപ്പൊ പറഞ്ഞത് ഒരു തരി പോലും സംശയമില്ലാതെ ഞാൻ വിശ്വസിച്ചു. മര്യാദയ്ക്ക് സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഞാൻ പറയുന്നത് സത്യമോ? മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. മനസ്സില്ലടി. ഔട്ട് ഹൗസിൽ കിടന്ന നീ പഴയ ഓർമ്മയിൽ അവിടെ നിന്ന് നടന്ന് ഇവിടുത്തെ സിറ്റൗട്ടിൽ കയറി ഹാളിലേക്ക് കടന്ന് ഈ പടികളൊക്കെ കയറി പാർവതിയുടെ റൂമിൽ ചെന്ന് പഴയ ഓർമ്മകൾ അയവിറക്കുന്നു. ഇത് വിശ്വസിക്കാൻ എനിക്ക് മനസ്സില്ലടി. സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ചവിട്ട് കുടുങ്ങ. അയ്യോ ഗാർഗി, എന്നെ ചവിട്ടല്ലേ, എനിക്ക് വേദനിക്കും. ഒന്ന് പോടി. നീ ആരെയും ഭീഷണിപ്പെടുത്തുന്നേ? ഈ ജാസ്മിനെയോ? എന്നെ ചവിട്ടി കൂട്ടാനെങ്ങാനും വന്നാ നിന്നെ ഞാൻ ഇടിച്ചു മലർത്തി ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കും. ജാസ്മിനോട് കളിക്കാൻ വരല്ലേ? എന്നാ പിന്നെ നിന്റെ പവർ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഓടി പോയി തരത്തി പോയി കളിക്ക്. പാർവതിയുടെ റൂമിൽ ഞാൻ എന്തിനു കേറിയെന്നല്ലേ നിനക്ക് അറിയേണ്ടത്? ബോംബ് വെക്കാൻ പോയതാ, ടൈം ബോംബ്. ഏത് നിമിഷവും അത് പൊട്ടിത്തെറിച്ച് നീയും അവളും ഇവിടെയുള്ള എല്ലാവരും കൊണ്ടോരടങ്ങും.
എല്ലാവരുടെയും കണ്ണു വെട്ടിക്കാൻ നിനക്ക് കഴിയുമായിരിക്കും. പക്ഷേ ആര് വിചാരിച്ചാലും കണ്ണു കെട്ടാൻ കഴിയാത്ത ഒരാളുണ്ട്. ഉദയന്നൂർ ദേവി. ഉദയന്നൂരമ്മ എന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നതാ. ദാ, ഇത് അത് ഞാൻ എന്ത് വേണം? നിന്റെ മുന്നിൽ കവരെടുത്ത് തുള്ളണോ? കൈ വിടറി വീട്ടാ പറഞ്ഞേ. താടി ജാസ്മിൻ, അത് താ. പാർവതി വീട് വിടടി. ഇത് നീ എന്റെ മുറിയിൽ നിന്ന് എടുക്കുന്നത് ഉദയന്നൂരമ്മ എന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നതുകൊണ്ടാ ഞാൻ വന്ന് നോക്കിയത്. ഉദയന്നൂരമ്മ ഇതെന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൂക്കൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ഈ മേക്കപ്പ് സാധനങ്ങളുടെ അംശമാണ്. ഉദയന്നൂരമ്മ പോലും നിന്നെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി ജാസ്മിൻ. നിന്റെ നാശം അടുത്തുന്നാ അതിന്റെ അർത്ഥം. എന്താ ഇവിടെ? ഇത് ജാസ്മിന്റെ മേക്കപ്പ് സാധനോ? അതിന് പൂക്കൾ പരിശോധിച്ചപ്പോ അതിൽ മേക്കപ്പ് സാധനങ്ങളുടെ അംശം ഉണ്ടെന്ന് അരവിന്ദൻ സാർ പറഞ്ഞിരുന്നു. ഇതിലുള്ള സാധനങ്ങളുടെ അംശം അതില്. പൂക്കളില് വിഷം തളിച്ച് വിശാൽ സാറിനെ ഇവള് കൊല്ലാൻ നോക്കിയതിന്റെ തെളിവായത്. ഇവളീ പറയുന്നതിൽ എന്തേലും സത്യമുണ്ടോ? അയ്യോ, ഞാൻ പ്രഭാവതിയെന്റെയോ സുശീലന്റെയോ കാണാൻ വേണ്ടിട്ട് വന്നതാ. അപ്പൊ ഇവളിതെന്റെ കയ്യില് ബലമായിട്ട് വെച്ച് തന്നിട്ട് പറയുവാ നിന്നെ ഞാൻ കൊടുക്കുവന്ന്, ജയിലിലാക്കുവന്ന്. അല്ലടി. അയ്യോ അല്ല, ഇവള് കള്ളം പറയുന്നതാ. കള്ളം പറയുന്നത് ആരാന്നൊക്കെ എനിക്കറിയാം. ദേ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ കേറിപ്പോടി. പോകാനല്ലേ പറഞ്ഞത്? അപ്പച്ചി അത് പോടി. ആ നിന്നെ ദാ ഇതുകൂടി നീ കൊണ്ടുവയ്ക്കോ. ഹാ, നീ വിഷമിക്കണ്ട. നിനക്ക് പുതിയത് ഞാൻ മേടിച്ചു തരാം. പോടി. കുടുങ്ങി ജാസ്മിൻ. രക്ഷപ്പെടാനുള്ളൊരു നൂലിഴ പോലും നിനക്കിനിയില്ല. ഇത് അരവിന്ദൻ സാറിന്റെ കയ്യിലെത്തിയ ഇത് പരിശോധിച്ച് എല്ലാ തെളിവുകളുമായി നിന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. അത് കഴിഞ്ഞ് എനിക്കിനി വിശ്രമമുള്ളൂ. എന്താ ചെറിയമ്മേ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഞാനൊരു ജ്യൂസ് എടുക്കട്ടെ? അതോ നാരങ്ങ വെള്ളം മതിയോ? അല്ലെങ്കിൽ ചായ, കാപ്പി അങ്ങനെ എന്തെങ്കിലും? എന്തു പറ്റി? ആള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? എനിക്ക് ജ്യൂസ് എടുക്കാൻ വേണ്ടിയാണോ നീ ഇപ്പൊ വരാന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ നിന്ന് ഓടിയത്? നമ്മള് ഒരുപാട് നാളായി തേടി നടന്ന ഒന്ന് പെട്ടെന്ന് നമ്മുടെ കയ്യിലെത്തുമ്പോ സന്തോഷല്ലേ ഉണ്ടാവുക? അങ്ങനെ എന്ത് സന്തോഷാ പാർവതിക്ക് ഉണ്ടായത്?
എന്തായാലും അതത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ശരിയാ, ഒരിക്കലും അത് നിസ്സാരമായ കാര്യമല്ല. ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും തിരിച്ചു വരാൻ പോവാണെന്ന് മാത്രം ചെറിയമ്മ അറിഞ്ഞാൽ മതി. അത് ശരി. അപ്പോ രഹസ്യമാണല്ലേ? ആയിക്കോട്ടെ. പക്ഷേ ഇതുവരെ വർഷങ്ങളായിട്ടും തേടിയിട്ട് കിട്ടാത്ത ഒന്ന് തിരിച്ചാർക്കോ കിട്ടിയെന്നും പറഞ്ഞ് ഉറക്കവും മനസ്സമാധാനവും നഷ്ടപ്പെട്ട് നടക്കുന്ന ചിലരും ഉണ്ട് ഇവിടെ. പ്രഭാവതി. അന്ന് ഗാർഗി പറഞ്ഞത് സത്യമാ. 16 വർഷം മുമ്പ് കേട്ട പാട്ട് വീണ്ടും കേട്ടപ്പോ ഗാർഗിയോട് പെരുമാറിയതുപോലെ എന്നോടും പെരുമാറി വന്നു പ്രഭാവതി. ഞാൻ ആ പാട്ട് കേട്ട് നിന്നപ്പോ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഞാനത് വീണ്ടും പ്ലേ ചെയ്തു. അപ്പോ ചെവിയും പൊത്തിപ്പിടിച്ച് ഓടിപ്പോകുന്നതാ കണ്ടത്. ചെറിയമ്മേ, തെറ്റ് ചെയ്തവരെ ഭയപ്പെടുകയുള്ളൂ. അമ്മ തെറ്റ് ചെയ്തു, അതാ ഈ ഭയത്തിന് കാരണം. ഗായത്രി അമ്മയുടെ മരണത്തിന് പിന്നിൽ അമ്മയുടെ ഇടപെടലുണ്ട് എന്നതിനുള്ള തെളിവാ ഇപ്പോഴത്തെ അമ്മയുടെ ഈ പരിഭ്രമം. ആ സമ്മാനപ്പെട്ടിയിൽ എന്തോ രഹസ്യം ഉണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ചെറിയമ്മ. അത് ചെറിയമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അമ്മ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയുള്ളൂ. രഹസ്യം പുറത്താവുന്നതുവരെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഗോപിയേട്ടന്റെ സ്കാനിംഗ് റിപ്പോർട്ടായിട്ട് ഡോക്ടർ വന്നിട്ടുണ്ട്. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എല്ലാരും കൂട്ടം കൂടി ആ മുറിയിൽ നിൽക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാരും ആ മുറിക്ക് പുറത്തിറങ്ങി നിപ്പുണ്ട്. കുറച്ചു കഴിഞ്ഞ് നീ പോയി വിശാലിനോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ശരി ചെറിയമ്മ. ഡോക്ടർ, ഡോക്ടർ, എന്താ ഡോക്ടർ? ഡോക്ടറൊന്നും പറഞ്ഞില്ല. ഈ റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഹോസ്പിറ്റലിൽ കിട്ടുന്ന അതേ കെയർ ഇവിടെ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ കിടത്താൻ ഞാൻ സമ്മതിച്ചത്. പേഷ്യന്റിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. എന്താ ഡോക്ടർ, റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? ബ്രെയിനിൽ ലൈറ്റ് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. പേഷ്യന്റിന് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു. അതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഗോപിയേട്ടാ, ആദ്യത്തെ പ്രശ്നം ആദ്യ ഭാര്യയായ ഗായത്രിയുടെ മരണം. അതൊരു കൊലപാതകമായിരുന്നു. മീറ്റിംഗിനായി പോയ ഗായത്രിക്ക് അവര് ചായയും കാപ്പിയും ഒക്കെ ചൂടോടെ കുടിക്കുന്ന ഫ്ലാസ്കിൽ ഞാൻ വിഷം ചേർത്തിരുന്നു. അന്ന് വിശാലിനൊരു ആക്സിഡന്റ് സംഭവിച്ചില്ലേ? ആ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത് അവനായിരുന്നു കേട്ടോ, നമ്മുടെ പ്രതാപൻ. പേഷ്യന്റിനെ വിഷമിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? പേഷ്യന്റിന് വലിയ രീതിയിലുള്ള മാനസിക ആഘാതം സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല.